ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിനെല്ലാം ഗൂഗിൾ പേ എല്ലാം യൂസ് ചെയ്യുന്നവരാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഗൂഗിൾ പേയിൽ വന്നിരിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സിനെ പറ്റിയാണ്. പലർക്കും ഈ ഫീച്ചേഴ്സിനെ കുറിച്ചൊന്നും അറിയില്ല. അതിനാൽ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ചെല്ലാം നോക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഗൂഗിൾ പേ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് വരുമ്പോൾ ഇവിടെ സെൽഫ് ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഈ സെൽഫ് ട്രാൻസ്ഫർ എന്ന ഫീച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ബാങ്കിൽ നിന്നും നമ്മുടെ മറ്റൊരു ബാങ്കിലേക്ക് പണമെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ്. നിലവിൽ ഞാനിവിടെ എൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് പണമെല്ലാം അടയ്ക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ അടുത്ത ബാങ്ക് അക്കൗണ്ട് കൂടി ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഇപ്പോൾ ഇത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് ഏതാണെന്ന് സെലക്ട് ചെയ്ത് ആ അക്കൗണ്ട് കൂടി ഇതിൽ ആഡ് ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബാങ്കിൽ നിന്നും നിങ്ങളുടെ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പണമെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് സെൽഫ് ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. ഗൂഗിൾ പേയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ QR കോഡ് എല്ലാം സെൻഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ആ QR കോഡ് അവർ സ്കാൻ ചെയ്ത് പേയ്മെന്റ് എല്ലാം അയക്കാറുണ്ട്. ഇതിനായി നമ്മൾ സാധാരണ QR കോഡ് എല്ലാം സെലക്ട് ചെയ്യുന്നതിന് ഇവിടെ പ്രൊഫൈൽ ഐക്കണിൽ പോയതിനു ശേഷം ഇവിടെ ഈ പ്രൊഫൈൽ ഫോട്ടോയിൽ ടാപ്പ് ചെയ്യുകയാണ് ചെയ്യാറ്. ഇപ്രകാരം നമുക്ക് നമ്മുടെ QR കോഡ് എല്ലാം കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ QR കോഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു 3 ബട്ടൺ വന്നിട്ടുണ്ട്. ഇതിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം സെറ്റ് എമൗണ്ട് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഈ സെറ്റ് എമൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ 100 എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം ഓക്കെ എന്ന് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ താഴെ 100 റുപ്പീസ് എന്ന് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു QR കോഡ് ഇത് നമ്മൾ ആർക്കെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർ നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ 100 റുപ്പീസ് എന്ന് അവർക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. അതായത് നമ്മുടെ അക്കൗണ്ടിലേക്ക് 100 റുപ്പീസ് ഷെയർ ചെയ്യണമെന്ന് അവിടെ കാണിക്കും. അതിനുവേണ്ടി അവർ പ്രത്യേകം എമൗണ്ട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇപ്രകാരം നിങ്ങൾക്ക് ഇവിടെ പോയി സെറ്റ് എമൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട എമൗണ്ട് എല്ലാം സെറ്റ് ചെയ്ത് ആ QR കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എമൗണ്ട് പ്രത്യേകിച്ച് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കൊടുത്തിരിക്കുന്ന എമൗണ്ട് അത് ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം മതി. അതുപോലെ നിങ്ങൾക്ക് ഈ QR കോഡ് എല്ലാം കണ്ടുമടുത്തുവെങ്കിൽ പുതിയ ഒരു QR കോഡ് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് ഫോണിലെല്ലാമാണ് ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നത്. എൻ്റേത് ഇപ്പോൾ iPhone ആണ്. ഇപ്പോൾ ഇതിൽ എനിക്ക് ഈ ഓപ്ഷൻ കാണാൻ കഴിയുന്നില്ല. അതായത് ഇപ്രകാരം നിങ്ങൾ QR കോഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ താഴെ ബാങ്ക് അക്കൗണ്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിൽ മുകളിലായാണ് കാണുക. നേരത്തെ ഞാൻ ഇത് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ആ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെയായി സ്പോട്ട് കോഡ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇപ്രകാരം നിങ്ങൾ സ്പോട്ട് കോഡ് എന്നതിൽ ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ ഒരു സ്റ്റൈലിൽ QR കോഡ് എല്ലാം ലഭിക്കും. അപ്പോൾ ആ ഒരു QR കോഡ് ഷെയർ ചെയ്തും നിങ്ങൾക്ക് പേയ്മെന്റ് എല്ലാം റിസീവ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്